ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ AI-യുടെ എക്സാം ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയുടെ അവസാനം പറയാം. വീഡിയോയുടെ ഇടയ്ക്കോ വല്ലതും വെച്ച് പറയാം. ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വലിയ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ആസ് യൂഷ്വൽ AI അല്ലേ, പിന്നെ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നതെങ്കിലും അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മാഡം ഗ്രൂപ്പിൽ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ എനിക്കത് ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ലാപ്ടോപ്പിൻ്റെ ഇത്രയും പോർഷൻ മാത്രം നിങ്ങൾ കാണിക്കുന്നത്. പിന്നെ അധികം ഒന്നും എഴുതാനൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി നോട്ടൊക്കെ മാഡം തന്നിട്ടുണ്ട്. ആ നോട്ടൊക്കെ ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു പോർഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഈ ഒരു പോർഷൻ വെച്ച് മാത്രം നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത്. ഇനി എഴുതുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വല്ലതും കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. ഞാൻ സിറ്റ് ഔട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ വേറൊരു ആംഗിൾ കൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും വായിക്കും, എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ആ ഒരു ദിവസം തന്നെ ഞാൻ ഏകദേശം മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ MCQs കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്രേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പോയിട്ട് എക്സാമും കൂടെ എഴുതി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഡൗട്ട് അടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഈ സബ്ജക്റ്റിനകത്തില്ല. അപ്പോൾ പിന്നെ എനിക്കിനകത്ത് കൊടുത്തേക്കുന്ന MCQ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ദിവസം. എനിക്ക് പ്രത്യേകിച്ച് പഠിക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ക്ലിപ്പ് ഇന്നത്തേതാണ്, അതായത് എക്സാം എഴുതാൻ പോകുന്ന ദിവസത്തെയാണ്. ഞാൻ റെഡി ആയിട്ട് അവിടോട്ട് പോവുകയാണ്. അത്യാവശ്യം വൈകിട്ട് പോയാൽ മതി. ഒരു 10 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാമിൻ്റെ അവിടെ എത്തണ്ട, റിപ്പോർട്ടിംഗ് ടൈം അതാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ അവരുടെ ക്ലിപ്പും കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയിട്ട്. ഞങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അവിടെ ഫുഡ് ഉണ്ടായിരുന്നു ഇന്നല്ല, 2-3 ആഴ്ചത്തോളം ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ എൻ്റെ ടൂറ് പോയതിൻ്റെ വ്ളോഗിൽ മിക്കവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് KVയിലാണെന്ന്. ഞാൻ KV2-ലാണുള്ളത്. കൊച്ചിയിലുള്ള കേന്ദ്ര വിദ്യാലയം നമ്പർ 2. അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ സ്നേഹപ്രകടനമൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് മുട്ടൻ തല്ലായിരിക്കും എല്ലാത്തിനും കൂടെ. അതാണ് എൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളുടെ എക്സാം ജസ്റ്റ് 12:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ എല്ലാവർക്കും എക്സാം 3 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂറേ ഉള്ളൂ AI ആയതുകൊണ്ട്. അപ്പോൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ഡയറക്റ്റ് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. എക്സാം വാസ് ആക്ച്വലി ഗുഡ്. കുഴപ്പമുണ്ടായില്ല. ഒരു ആവറേജ് എക്സാം എന്നൊക്കെ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. ബൈ ബൈ.